الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടു സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണം എന്ന് ആദ്യമായി ശക്തമായ ഭാഷയിലും ശൈലിയിലും വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ പടച്ച റബ്ബ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ ജുമഅയായ ഇന്ന് മിഅ്റാജ് അനുഭവത്തെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഖുതുബയിലൂടെ നടത്തുന്നത്. ഏത് കാര്യവും ഏത് സംഭവവും അനുഭവവും തികച്ചും ഭൗതികമായ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഏതനുഭവത്തെയും പദാർത്ഥ ലോകത്തിൻ്റെ വളരെ പരിമിതമായ അർത്ഥതലങ്ങളിൽ മാത്രം വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അധിക മനുഷ്യരിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീക്ഷണങ്ങളിലും നമ്മുടെ ചിന്താഗതികളിലും നമ്മൾ മുമ്പിൽ കാണുന്നതിനെ മാത്രം വിശ്വസിക്കുകയും അതിനെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി. അതിനപ്പുറത്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഇടപെടുന്ന, തിരശ്ശീലക്ക് പിന്നിലുള്ള ഏകനായ ഒരു രക്ഷിതാവിന്റെ ഇടപെടലുകളെക്കുറിച്ചും അവന്റെ ആസൂത്രണങ്ങളെക്കുറിച്ചും അവന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ചും അവന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചും അവന്റെ ജലാലത്തിനെ സംബന്ധിച്ചും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതികളിൽ നമ്മൾ കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നവ മാത്രം പഠനവിധേയമാകുന്ന, പരിഗണിക്കപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട്.
വിശ്വാസികളെപ്പോലും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതികതയുടെ ചിന്താഗതിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അള്ളാഹുവിന്റെ കുദറത്തിനെ സംബന്ധിച്ചും അവന്റെ ഗാംഭീര്യത്തെ സംബന്ധിച്ചും അവന്റെ ശക്തിവൈഭവങ്ങളെ സംബന്ധിച്ചും പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അത്തരമൊരു ഭൗതിക യുക്തിവാദങ്ങളുടെ സ്വാധീനം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ യുക്തിവാദങ്ങളെ മുഴുവൻ നിരാകരിക്കുന്ന പടച്ചറബിന്റെ കുദറത്തിലേക്കും അവന്റെ ജലാലത്തിലേക്കും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മഹാസംഭവമാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് സംഭവം. വിശദാംശങ്ങളിലേക്ക് പോകാതെ ചില സൂചനകൾ മാത്രം ഞാൻ നൽകുകയാണ്. ഭൗതികമായ ലോകത്ത് നടക്കുന്ന പലതും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ട്. വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കൊടുമുടിയായ എവറസ്റ്റിൽ വളരെ പരിമിത വിഭവനായ ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ കഠിന പ്രയത്നം കൊണ്ട് കയറിയാൽ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സ് സജ്ജമാണ്, സന്നദ്ധമാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏഴാകാശങ്ങൾക്കും അപ്പുറമുള്ള ഉയരങ്ങളിലേക്ക് ഒരല്പസമയം കൊണ്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സ്വാധീനതയാൽ അന്ധമായി തീർന്ന മനസ്സിന് പലപ്പോഴും അത് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അതൊരു പഴംപുരാണമോ കഥയോ ആയി തോന്നാനിടയുണ്ട്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചെറിയ പായ്ക്കപ്പലിൽ ലോകം മുഴുവൻ കടലിലൂടെ സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു എന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമില്ല. പക്ഷെ ബദർ യുദ്ധത്തിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുചരന്മാരെയും സഹായിക്കാൻ ആയിരക്കണക്കായ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരികയും ആ യൂണിഫോം ധരിച്ച മാലാഖമാര് യുദ്ധം ചെയ്യുകയും 313ന്റെ കൂടെ കൂടുകയും അങ്ങനെ 900-ത്തെ തകർക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നേർക്കുനേരെ ഒരു റിയാലിറ്റിയായി, ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഭൗതികവാദ മനസ്സ് പലപ്പോഴും സമ്മതിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഉയരങ്ങളിൽ ബഹിരാകാശങ്ങളിൽ സഞ്ചരിക്കുന്ന യാത്രകൾ ഇന്ന് സാധാരണമാണ്. ആ ബഹിരാകാശ വൈമാനികരെ സംബന്ധിച്ച്, യാത്രികരെ സംബന്ധിച്ചൊക്കെ ഉൾക്കൊള്ളുവാൻ നമുക്കൊരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കീഴ്പ്പെടുത്തി കൊടുത്തുവെന്നും അതിന്റെ ശക്തിസന്നാഹങ്ങളെ അധീനപ്പെടുത്തി കൊടുത്തുവെന്നും കാറ്റിലൂടെ അദ്ദേഹം സഞ്ചരിച്ചുവെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കഥ പോലെ നമുക്ക് അനുഭവപ്പെടും. ഞാൻ സൂചിപ്പിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരാധിപത്യങ്ങളുടെ ലോകത്തെ സംബന്ധിച്ച്, അവന്റെ ഗാംഭീര്യത്തെ സംബന്ധിച്ച്, അവന്റെ ശക്തിവൈഭവങ്ങളെ സംബന്ധിച്ചുള്ള പരിഗണനകൾ പലപ്പോഴും നമ്മുടെ ചിന്താഗതികളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പരിമിതമായ ഭൗതിക യുക്തികളിൽ അഭിരമിക്കുന്നവരായി വിശ്വാസികൾ പോലും മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ശക്തമായ ഒരു തിരുത്താണ് യഥാർത്ഥത്തിൽ മിഅ്റാജിന്റെ അനുഭവം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം അൽ ഇസ്റാ ആദ്യ സൂക്തം അല്ലാഹു ഈ സംഭവത്തെ പരാമർശിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനെ നിശാപ്രയാണം ചെയ്യിച്ച, ഇസ്റാ നടത്തിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ബിഅബ്ദിഹി എന്നാണ് പറഞ്ഞത്, അവന്റെ ദാസനെ. ഭൂമിയിലൊരു മനുഷ്യന് നേടാവുന്നതിന്റെ അറ്റത്താണ് അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിലൂടെ എത്തിച്ചേർന്നത്. പക്ഷെ ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു ഉപയോഗിക്കുന്നത് അള്ളാഹു അവന്റെ ദാസനെ, അവന്റെ അടിമയെ എന്നാണ് പറയുന്നത്. കാരണം ചില പ്രവാചകന്മാരുടെ അനുചരന്മാർ പിൽക്കാലഘട്ടത്തിൽ വഴിപിഴച്ചു പോവുകയും വ്യതിചലിച്ചു പോവുകയും മാർഗഭ്രംശത്തിലകപ്പെടുകയും അവരാ പ്രവാചകന്മാരെ ദൈവികത ചാർത്തി അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഷിർക്കിന്റെ വഴിയിലേക്ക് വ്യതിചലിച്ചു പോവുകയും ചെയ്ത അനുഭവങ്ങളും സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ അബ്ദ് എന്ന് ചേർത്ത് പറയുന്നു. ഒരു സത്യവിശ്വാസിയുടെ ഷഹാദത്തിന്റെ വാക്യം അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. റസൂൽ രണ്ടാമതും അബ്ദ് ആദ്യവും പറയും.
അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കും. അള്ളാഹുവിന്റെ അടിമയാണ് അദ്ദേഹം. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. വഹി നൽകപ്പെടുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം. അള്ളാഹു പറയുന്നു, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ വളരെ വിദൂരത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാപ്രയാണം ചെയ്യിച്ച് ഇസ്രാ നടത്തിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യിച്ചത്? ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ രാത്രിയിൽ അള്ളാഹു പ്രയാണം ചെയ്യിച്ചു. ഈ മസ്ജിദുൽ അഖ്സ ഏതാ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുപാടും അള്ളാഹു ബർക്കത്ത് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിന്റെ മണ്ണിൽ ബർക്കത്തുണ്ട്, അതിന്റെ മനസ്സിൽ ബർക്കത്തുണ്ട്, അതിന്റെ പൈതൃകത്തിൽ ബർക്കത്തുണ്ട്. മസ്ജിദുൽ അഖ്സയുമായി ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേമ ഐശ്വര്യ സങ്കല്പങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അല്ലദീ ബാറക്നാ ഹൗലഹു. ആ ജെറുസലേമിലുള്ള മസ്ജിദുൽ അഖ്സ അത് അല്ലാഹു അനുഗ്രഹിച്ച നാടാണ്. അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ അല്ലാഹു ബർക്കത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയ അല്ലാഹു ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. പ്രവാചകന്മാരുടെ അവരുടെ പദവികൾക്കനുസൃതമായി അല്ലാഹു അവന്റെ ആധിപത്യ ലോകങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അന്ത്യപ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിശാപ്രയാണം ചെയ്യിച്ചു. നമുക്കറിയാം, ആ സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ വന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ, അസാധാരണമായ ഒരു വാഹനത്തിൽ കയറി ജിബ്രീലിനോടൊപ്പം പോവുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് വളരെ വളരെ വിദൂരത്തുള്ള ദീർഘനാളത്തെ സഞ്ചാരം കൊണ്ട് മാത്രം അന്ന് എത്താൻ കഴിയുന്ന മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകൻ എത്തിച്ചേരുന്നു. ആ ബുറാഖ് എന്ന് പറയുന്ന വാഹന പ്രവാചകൻ അമ്പിയാക്കന്മാരുടെ വാഹനങ്ങൾ നിർത്തിയിടുന്ന പാർക്കിംഗ് ഏരിയയിൽ പ്രവാചകൻ ബന്ധിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു, 2 റക്അത്ത് നമസ്കരിക്കുന്നു, മഹാന്മാരായ അമ്പിയാക്കന്മാരുമായി സന്ധിക്കുന്നു, അവരുടെ നമസ്കാരത്തിന് പ്രവാചകൻ നേതൃത്വം നൽകുന്നു. പിന്നീട് ജിബ്രീലുമായി പ്രവാചകൻ ഉപരിലോകങ്ങളിലേക്ക് പോവുകയാണ്. 1-ാം ആകാശത്തേക്ക് ചെല്ലുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകനും നമുക്ക് നൽകുന്ന വിവരണങ്ങളാണ്. അങ്ങനെ പ്രവാചകനും ജിബ്രീലും കൂടി ചെല്ലുമ്പോൾ മലക്കുകളുടെ ചോദ്യം, 1-ാം ആകാശത്ത് ആരാണ് കൂടെയുള്ളത്? മുഹമ്മദാണ്. അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു വരുന്നതാണോ? അതെ. ആകാശ കവാടം തുറക്കപ്പെടുന്നു. പ്രവാചകനും ജിബ്രീലും അങ്ങോട്ട് പ്രവേശിക്കുന്നു. അവിടെ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണും. അദ്ദേഹം പ്രവാചകനോട് സലാം ചൊല്ലുന്നു, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു. 2, 3, 4, 5, 6, 7 ആകാശങ്ങളിലേക്ക് പോകുന്നു. 7-ാം ആകാശത്തെത്തിയപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ബൈത്തുൽ മഅമൂർ ചാരിയിരിക്കുകയാണ്. 70,000-ഓളം മലക്കുകൾ, 70,000 മലക്കുകൾ ദിവസേന കയറിപ്പോകുന്ന ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഗംഭീരമായ ആ സംവിധാനത്തിൽ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിടത്ത് ചാരിയിരിക്കുന്നതായി പ്രവാചകൻ കാണുകയാണ്. ഇബ്രാഹിം നബിയും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് പ്രവാചകൻ കയറിപ്പോകുന്നു. സിദ്റത്തുൽ മുൻതഹ, അത് അറ്റങ്ങളുടെ അറ്റമാണ്. സിദ്റ എന്ന അറബിയിൽ പറഞ്ഞാൽ ഇലന്ത മരമാണ്. സിദ്റത്തുൽ മുൻതഹ അങ്ങേയറ്റത്തെ അന്തിമ സ്ഥാനത്തുള്ള ഇലന്ത മരം. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊന്നും വല്ലാതെ നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹു ആലം. പ്രവാചകൻ വിശദീകരിച്ചത് മാത്രമേ നമുക്കറിയൂ. ആ ഏറ്റവും ഉപരിലോകത്തെത്തി, ഉയരങ്ങളുടെ ഉയരെത്തി പ്രവാചകൻ അല്ലാഹുവിന്റെ സന്നിധാനത്തെത്തി പടച്ചറബുമായി സംവദിക്കുന്നത് ചരിത്രം നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പ്രവാചകനോടുത്ത ദിവ്യബോധനം വിശദീകരിക്കുന്നില്ല. സൂറത്തുൻ നജ്മിൽ ജിബ്രീലുമൊത്തുള്ള ഈ യാത്രയുടെ ഒരു വിവരണം കാണാം. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ
ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തിൽ മഅവ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസർ വമാ തഗ ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അല്ലാഹു പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമുമായി പ്രവാചകൻ നടത്തുന്ന യാത്ര. ജിബ്രീലിന് അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ പ്രവാചകൻ രണ്ടാമതായി കാണുന്ന സന്ദർഭം അതായിരുന്നു. ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപം. ഇൻദഹ ജന്നത്തുൽ മഅവ, അവിടെ പാർപ്പിട സ്വർഗം അവിടെയാണുള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ സന്ദർഭത്തിൽ സിദ്റത്ത് എന്തോ ഒരു ആവരണമുണ്ടതിന്, ആ ആവരണത്താൽ ജ്വലിക്കുന്ന സിദ്റയെ പ്രവാചകൻ കാണുകയാണ്. മാ സാഗൽ ബസറു വമാ തഗ, മാ സാഗൽ ബസർ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടിട്ട്, ഈ ഗംഭീര സംവിധാനങ്ങൾ കണ്ടിട്ട് മാ സാഗൽ ബസർ, അദ്ദേഹത്തിന്റെ കണ്ണഞ്ചിപ്പോയില്ല. വമാ തഗ, അദ്ദേഹം പരിധി വിട്ടതുമില്ല. വളരെ കുലീനനായ ഒരു മനുഷ്യന്റെ ശാന്തഗംഭീര ഭാവത്തോടുകൂടി പ്രവാചകൻ തന്റെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തന്റെ രക്ഷിതാവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ കണ്ടു അദ്ദേഹം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ അനുഭവങ്ങൾ, സ്വർഗ്ഗനരകങ്ങളുടെ ചിത്രീകരണങ്ങൾ പ്രവാചകൻ അല്ലാഹു കാണിക്കുകയാണ്. ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ വളരെ അനാവശ്യമായ ചർച്ചകൾ, അതിലേക്കൊന്നും പോകേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ അള്ളാഹു കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സ്വർഗ്ഗനരകങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചിത്രീകരണങ്ങൾ കാണുകയാണ്. ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച് പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു വിഭാഗം നരകത്തിൽ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. പ്രവാചകൻ അവിടെ വളരെ ദയനീയമായി ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടുമുട്ടുകയാണ്. അവർക്ക് ചെമ്പിന്റെ കൂർത്ത നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളാണ് അധികവും. അവരാ കൂർത്ത നഖങ്ങൾ കൊണ്ട് തങ്ങളുടെ മുഖങ്ങളും മാറിടങ്ങളും മാന്തിപ്പൊളിക്കുന്നതായി കാണുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആരാണിവർ, എന്താണ് ഇവർ ചെയ്ത തെറ്റ്? മഹാനായ ജിബ്രീൽ പറഞ്ഞു, ഇവര് ഗീബത്ത് പറഞ്ഞ ആളുകളാണ്, പരദൂഷണം പറഞ്ഞ ആളുകളാണ്, മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ അനുഭവം ഇതായി എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെ പ്രവാചകൻ കടന്നുപോകും. വേറൊരു ഭാഗത്തൊരു കൂട്ടം മനുഷ്യരെ ശിക്ഷിക്കപ്പെടുന്നു. അവിടെ നല്ല മുന്തിയ, നല്ല പുതിയ ഫ്രഷായിട്ടുള്ള മാംസമിരിക്കെ പുഴുത്ത് നാറിയ വൃത്തികെട്ട ചീഞ്ഞ മാംസം വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. പ്രവാചകൻ ചോദിക്കുന്ന ഇവരാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു, അവര് വ്യഭിചാരികളാണ്. ഭാര്യമാരുണ്ടായിരിക്കെ വ്യഭിചാരത്തിന്റെ മാർഗത്തിൽ പോയിരുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് ശിക്ഷകൾ, ശിക്ഷിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആ ചിത്രീകരണങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദാർശനികനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആശയങ്ങൾ ഊഹങ്ങളും അനുമാനങ്ങളുമാണ്. ഒരിക്കലും അത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഒരു പ്രവാചകൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. പ്രവാചകൻ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ഉറപ്പുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ആധിപത്യ ലോകങ്ങളിലൂടെ, അദൃശ്യ ലോകങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ നമുക്കറിയാം. പ്രവാചകൻ ആ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ അനുഭവത്തിലൂടെ തിരിച്ചു വന്നു എന്ന് നമുക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ സമൂഹത്തിൽ 3 തരം പ്രതികരണങ്ങളുണ്ടായി. 3 തരം പ്രതികരണങ്ങളുണ്ടായി. മസ്ജിദുൽ ഹറാമിലിരുന്ന പ്രവാചകൻ മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നെ അവിടെ നിന്ന് ആകാശലോകത്തേക്കും പ്രയാണം ചെയ്തു എന്ന് ആദ്യമായിട്ട് അബൂജഹലിനോടാണ്, ഒരു റിപ്പോർട്ട് പ്രകാരം അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലുമാർ എങ്ങനെയാണ് ഈ സംഭവത്തെ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. അബൂജഹൽ അലറീന, സ്വാഹ അബൂജഹൽ, സ്വാഹ അബൂജഹൽ. അബൂജഹൽ അലറി വിളിച്ചു, യാ ബനി കഅബ് ഇബ്നു ലുഅയ് ഹലുമ്മു, അല്ല കഅബ് ഇബ്നു ലുഅയ്യിന്റെ മക്കളെ, സന്തതി പരമ്പരകളെ, ജനങ്ങളെ, നിങ്ങൾ ഓടിവരൂ. ഇതാ ഇവിടെ ഒരു വലിയ സംഭവമുണ്ടായിരിക്കുന്നു. പരിഹാസമാണ്, ആക്ഷേപമാണ്, അധിക്ഷേപമാണ്. പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ പരിഹാസം തുടങ്ങി. അല്ല, എന്നിട്ട് എന്ത് സംഭവിച്ചു? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിരുന്നു കൊണ്ട് സംഭവിച്ചതെല്ലാം പറയുകയാണ്. പ്രവാചകൻ പോയി യാത്രയെ സംബന്ധിച്ച് പറയുകയാണ്. അതേ മസ്ജിദുൽ അഖ്സയിൽ ഷാമിൽ പോയി തിരിച്ചു വന്നു. എന്നിട്ട് നമ്മളോടൊപ്പം ഉറക്കമുണർന്നു.
എന്നിങ്ങനെ അവർ പരിഹസിക്കാൻ തുടങ്ങി. രാത്രിയാനുവൻ പോയത്, വഴാദലയിലൻ രാത്രി തന്നെ മടങ്ങി വന്നു. മാസങ്ങളോളം യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലത്ത് രാത്രി തന്നെ പോയി, പിന്നെ ആകാശത്ത് പോയിട്ട് അന്ന് തന്നെ മടങ്ങി വന്നു. വാസ്ബഹബൈന, എണീറ്റപ്പോ നമ്മുടെ ഒപ്പമാണ് അദ്ദേഹം ഉറക്കമുണർന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങുന്നു. ചില ആളുകൾ മസ്ജിദുൽ അഖ്സ പണ്ട് കണ്ട ആളുകളുണ്ടായിരുന്നു അവർക്കിടയിൽ. അവർ പ്രവാചകന്റെ മുമ്പിൽ വരുന്നു, മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് ചോദിക്കുന്നു, അവിടെയുള്ള സവിശേഷതകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. പ്രവാചകൻ വളരെ കൃത്യമായി ദൃക്സാക്ഷി വിവരണം നൽകുന്നു. അതെല്ലാം സത്യമാണെന്നവർക്ക് ബോധ്യപ്പെടുന്നു. അവസാനം അവർ ചോദിക്കുകയാണ്, എന്നാൽ ഒരു കച്ചവട സംഘമുണ്ടല്ലോ, ഞങ്ങളുടെ പോയ കച്ചവട സംഘത്തെക്കുറിച്ച് നീ കണ്ടോ, എന്താണ് അവരെ കുറിച്ചുള്ള വിവരം? അള്ളാഹുവിന്റെ അറിയിപ്പനുസരിച്ച് പ്രവാചകൻ അതിനും മറുപടി പറയുകയാണ്. അതേ, നിങ്ങളുടെ കച്ചവട സംഘത്തിൽ ഇത്ര വാഹനങ്ങളുണ്ട്, ഇത്ര യാത്രികരുണ്ട്, ഇത്രാം തീയതി അവരിവിടെ എത്തും, ഇന്ന സൂര്യോദയത്തോടുകൂടി അവരിവിടെ എത്തിച്ചേരും. അള്ളാഹുവിന്റെ പറഞ്ഞതെല്ലാം കൃത്യം. പക്ഷേ ആ സമൂഹം നിഷേധിച്ചു കളഞ്ഞു. നമുക്കറിയാം, അബൂജഹലുമാർ സത്യനിഷേധികൾ ഇതിനെ സ്വീകരിച്ചത് എങ്ങനെ എന്ന് ചരിത്രം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. വേറൊരു വിഭാഗമുണ്ടായിരുന്നു. ആ വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രബോധനം ചെയ്ത ആശയാദർശങ്ങളിലേക്ക് വന്ന് കുറച്ചു നാളുകൾ മാത്രമായിരുന്ന ദുർബല വിശ്വാസികളായ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായി. ഉറപ്പില്ല അവർക്ക് ഈമാനിൽ. അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഓരോരുത്തരും വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ രാത്രികൾ പോയോ? നാം പോയിന്ന് മാത്രമല്ല, അവിടെ എന്റെ സഹോദരന്മാരായ സഹപ്രവാചകന്മാരുണ്ടായിരുന്നു മസ്ജിദുൽ അഖ്സയിൽ, അവരോടൊത്ത് ഞാൻ നമസ്കരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൗതികതയുടെ യുക്തിചിന്തയുടെ സ്വാധീനമുണ്ടായിരുന്ന നമ്മുടെ ഈ കണക്കുകൂട്ടലുകൾക്കപ്പുറം കാണാത്ത ചില ലോകങ്ങളുണ്ടെന്നും അവിടെ അദൃശ്യമായ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളുമുണ്ടെന്നും അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പരമാധികാരിയായ ഒരു പടച്ചറപ്പുണ്ടെന്നുമുള്ള യഥാർത്ഥമായ ബോധ്യമുള്ളിൽ വരാതിരുന്ന ആളുകൾ, അവർക്ക് സംശയമായി എന്ത് സംഭവിച്ചു, ഒരു മുർത്തദ്ദായിപ്പോയി, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുപോയി. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം വിശ്വാസികളുടെ വിഭാഗമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ് ഖുറൈശികൾ. അല്ല, നിന്റെ സാഹിബ് എന്തൊക്കെയാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് കേട്ടോ, അവനവിടെ കഅബയിലിരുന്ന് എന്തൊക്കെ ഭ്രാന്താണ് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ രാത്രി മസ്ജിദുൽ അഖ്സയിൽ പോയെന്നും ആകാശത്ത് പോയെന്നുമൊക്കെയാണ് പറയുന്നത്. മഹാനായ അബൂബക്കറിന്റെ പ്രതികരണം, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ഇൻകാന ഖാല ഫഖദ് സദഖ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ലോകങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡ് എന്താണ്, ഒരു വിശ്വാസിയുടെ മനസ്സെന്താണ്, അബോധികമായ ഇടപെടലുകളെക്കുറിച്ചും അള്ളാഹുവിന്റെ അതീശാധിപത്യത്തെ സംബന്ധിച്ചും ആ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ഹൊയ്ബിന്റെ ലോകങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായ ധാരണയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. യുബസിൻ ഫീ ഹാദാ, ഇതിലെന്ത് അത്ഭുതമിരിക്കുന്നു. ഇന്നീല ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക്, ഇതിനേക്കാൾ വിദൂരമായ സംഗതികൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നുവല്ലോ, അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നുവല്ലോ. ഉസദ്ദിഖുഹു ഫീ ഖബരിസ് സമാ, ആകാശവൃത്താന്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് 24 മണിക്കൂറും ഇങ്ങനെ വഹി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്, രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന്റെ അടുത്ത് ജിബ്രീൽ വരുന്നുണ്ടെന്ന്, ഇതിലൊക്കെ വിശ്വസിക്കുന്ന എനിക്ക് ഇതിലെന്ത് അത്ഭുതമാണുള്ളത് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, റസൂലിന്റെ സന്നിധാനത്ത് വരുന്നു. അവിടെ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാണ്. പലരും പ്രവാചകനെ പരിഹസിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിനോട് പ്രവാചകൻ ഇത് പറയുന്നു. സിദ്ദീഖുൽ അക്ബറിന്റെ പ്രതികരണം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നക ലസാദിഖ്, വല്ലാഹി ഇന്നക ലസാദിഖ്, അല്ലാഹുവാണ് സത്യം, താങ്കൾ സത്യസന്ധനാണ്, താങ്കൾ സത്യമല്ലാതെ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ആശ്ലേഷിക്കുകയും പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഉലൈക ഹുമുസ് സാദിഖൂൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹുജറാത്തിൽ പറയുന്നു, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസമുള്ളവർ. സുമ്മ ലം യർതാബു, പിന്നീട് ഒരു സന്ദേഹവുമില്ലാത്ത ആളുകൾ, പിന്നെ ഒരു സംശയവുമില്ലാത്ത ആളുകൾ.
പ്രവാചകനിൽ വിശ്വസിച്ചു, അദ്ദേഹം വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നയാളാണെന്ന് വിശ്വാസമുണ്ട്. പിന്നെ ആ വിശ്വാസത്തിൽ ഒരു സന്ദേഹവുമില്ല, സംശയത്തിന്റെ ഒരു തെരുമ്പ് പോലുമില്ല. പിന്നെ ആ ഈമാൻ കൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവരാണവർ. അവരാണ് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്രാ മിഅ്റാജ് സംഭവത്തോട് സമൂഹത്തിൽ 3 തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ഒന്ന് നിഷേധത്തിന്റെ, ഭൗതികവാദത്തിന്റെ പ്രതികരണം. രണ്ടാമത്തേത് ദുർബല വിശ്വാസത്തിന്റെ പ്രതികരണം. മൂന്നാമത്തേത് യഥാർത്ഥ ഈമാനിന്റെ, സത്യവിശ്വാസത്തിന്റെ പ്രതികരണം. നമ്മൾ ഈ 3ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടേണ്ടവരാണ്. കാര്യങ്ങൾ മുഴുവൻ ഭൗതികമായ, വളരെ മെറ്റീരിയലായ കാൽക്കുലേഷനുകൾ, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച്, അവന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച്, അവന്റെ കുദറത്തിനെ സംബന്ധിച്ച്, എങ്ങനെ പ്രവാചകൻ അവിടെ എത്തി എന്നൊരു ചോദ്യം വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവനാണ് അള്ളാഹു. ആ അള്ളാഹു പ്രവാചകനെ സഞ്ചരിപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. ഒരു കാര്യം കൂടി അവസാനമായി സൂചിപ്പിക്കുന്നു. പ്രവാചകൻ നമ്മുടെ ഒരു മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞു. ഈ മിഅ്റാജ് ചരിത്രത്തിൽ ഇന്നലെ സംഭവിച്ചതാണ്. പ്രവാചകന്റെ ഈ നിശാപ്രയാണവും ആകാശാരോഹണവും എന്ന് പറയുന്ന സംഭവം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ മിഅ്റാജിന്റെ അനുഭവത്തെ ഈ ഉമ്മത്തിലെ എല്ലാവർക്കുമായി വീതിച്ചു നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും മിഅ്റാജ് ഉണ്ട്. അത് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, പിന്നെ ആകാശലോകത്ത് പോയി, സിദ്റത്തുൽ മുൻതഹയിലെത്തി അള്ളാഹുവിനോട് നേരിട്ട് ശരീരം കൊണ്ട് യാത്ര ചെയ്ത് സംഭവിക്കുന്ന ഒരു മിഅ്റാജല്ല. ഓരോ വിശ്വാസിയും ഓരോ നമസ്കാരത്തിലൂടെയും നിർവഹിക്കുന്ന മിഅ്റാജ് പ്രവാചകൻ വിശദീകരിച്ചു. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ് അവന്റെ നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരമാണ് ഒരു വിശ്വാസിയുടെ മിഅ്റാജ്. മിഅ്റാജിന്റെ അനുഭവം പ്രവാചകനുണ്ടായെങ്കിൽ ലോകാവസാനം വരെ ജീവിക്കുന്ന സകല സത്യവിശ്വാസികളുടെയും ആത്മീയമായ അനുഭവമാണ്, ആത്മീയമായ മിഅ്റാജാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കോണിയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ ഗാംഭീര്യത്തിലേക്കും അവന്റെ കുദറത്തിലേക്കും അവന്റെ സവിധത്തിലേക്കും ഉപരിലോകങ്ങളിലേക്കുമുള്ള വിശ്വാസിയുടെ ശേഷിവെച്ച കോണിയാണ് നമസ്കാരമാകുന്ന മിഅ്റാജ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അത്തരം ഒരു ആത്മീയതയുടെ നിറവ്, ഒരാത്മീയതയുടെ അനുഭൂതി, അത്തരമൊരു തീർത്ഥാടനം, അസാധാരണമായ തന്റെ റബ്ബിലേക്കുള്ള ഒരു യാത്രയുടെ ആനന്ദം നമസ്കാരത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആത്മപരിശോധനാപരമായി ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഞാൻ എന്നോട് തന്നെയാണ് ഒന്നാമതായി പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപിടി മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആർക്കും ഒന്നിന് നേരമില്ല. ജുമുഅക്കൊക്കെ വരണ സമയം നമുക്കറിയാമല്ലോ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ജുമുഅയുടെ സമയമായാൽ നിങ്ങൾ അതിലേക്ക് ഓടിയെടുക്കണം. അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, പള്ളിയിലേക്ക് നിങ്ങൾ എപ്പോഴാണ് പോകേണ്ടത്? ഇതൊന്നും അറിയാത്തവരല്ല നമ്മളൊക്കെ, എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് ഭൗതികത വല്ലാതെ നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൃത്യമായ സമയത്ത് എത്തേണ്ടതിന് കൃത്യമായിട്ട് എത്താൻ കഴിയുന്നില്ല. ദുനിയാവിന്റെ സംഗതികൾക്ക് നമ്മൾ കാണിക്കുന്ന ആർത്തിയും അലക്ഷ്യയും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അങ്ങേയറ്റത്തെ അലസതയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമസ്കാരത്തിലേക്കും ജുമുഅയിലേക്കും എങ്ങനെയാണ് വരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരൽപ്പം റുക്കൂയിൽ ഇമാം ഒരൽപ്പം നിന്നുപോയാൽ, സുജൂദിൽ ഒരൽപ്പനേരം എടുത്താൽ, ഒരൽപ്പം വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്തു പോയാൽ മഅ്മൂമിങ്ങൾക്ക് അസ്വസ്ഥതയാണ്. എപ്പോഴും നമ്മൾ അത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. കുട്ടികളുള്ളതല്ലേ, സ്ത്രീകളുള്ളതല്ലേ, വൃദ്ധന്മാർ, തീർച്ചയായും അതൊക്കെ പരിഗണിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന അതിനപ്പുറം ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രതികരണമുണ്ടല്ലോ. നമസ്കാരത്തിന്റെ സമയം സമാഗതമാകുമ്പോൾ പ്രവാചകന്റെ മുഖത്തൊരു പ്രസാദം വിടർന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ബിലാലിനെ വിളിച്ചിട്ട് പറയുന്നത്, ബിലാലെ ബാങ്ക് കൊടുക്കുമെന്നല്ല, ബിലാലെ നീ പോയി ബാങ്ക് വിളിക്കൂ എന്ന് നമ്മൾ മുക്കറയിടുന്ന ഒരു ശബ്ദമല്ല പ്രവാചകൻ പറയും. ബിലാലെ ആനന്ദിപ്പിക്കൂ, ബിലാലെ താങ്കൾ ആനന്ദിപ്പിക്കൂ, സത്യവിശ്വാസികളെ ആനന്ദിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിനെ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്ന പ്രവാചകൻ. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സന്തോഷഭരിതമാകുന്ന പ്രവാചകന്റെ മുഖം നമ്മൾ ആലോചിച്ചു നോക്കൂ.
റസൂലുള്ള കുറെ മുന്നറിയിപ്പുകൾ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചനകൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യന് വുളു എടുക്കുന്നു, ഇദാ തവല്ല അൽ അബ്ദു ഫഅഹ്സന അൽ വുളുഅ, നന്നായിട്ട് അവൻ വുളു എടുത്തു. നന്നായിട്ട് വുളു എടുക്കാം, മോശമായിട്ട് വുളു എടുക്കാം. അതിന്റെ എല്ലാ തികവും മികവും ഉള്ള രീതിയിൽ ഒരാൾ വുളു എടുത്തു. ഇദാ തവല്ല അൽ അബ്ദു ഫഅഹ്സന അൽ വുളുഅ, വുളു അയാൾ നന്നാക്കി. വുളു കേവലം ഒരു ശാരീരികമായ ശുദ്ധീകരണമല്ല എന്ന് നമുക്കറിയാം, അതിൽ ആത്മീയമായ അംശങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ഒരാളെ മുഖം കഴുകുമ്പോൾ, വിശ്വാസത്തോടുകൂടി വുളു ചെയ്യുന്ന ഒരു മനുഷ്യൻ മുഖം കഴുകുമ്പോൾ, ആ മുഖം കഴുകുന്നതിന്റെ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം മുഖം കൊണ്ട് അയാൾ ചെയ്തുപോയ പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടുന്നു, അത് കഴുകിപ്പോകുന്നു, അവന്റെ മനസ്സ് ശുദ്ധമാകുന്നു എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരാൾ വുളു ചെയ്യുന്നു, സുമ്മ ഖാമ ഇല സ്വലാ, പിന്നെ അയാൾ നിസ്കാരത്തിനായി നിന്നു. ഫഅതമ്മ റുകൂഅഹാ വസുജൂദഹാ, അയാൾ റുകൂഉം സുജൂദും അതിന്റെ എല്ലാ മികവോടും കൂടി പൂർത്തിയാക്കി. വൽ ഖിറാഅത്തു ഫീഹാ, അതുപോലെ നമസ്കാരത്തിലെ ഖുർആൻ പാരായണവും. ഖാലത്ത്, ആ നമസ്കാരം അയാളോട് പറയും, ഹഫിളകല്ലാഹു കമാ ഹഫിൾതനി, ഹഫിളകല്ലാഹു കമാ ഹഫിൾതനി, നീ എന്നെ സൂക്ഷിച്ചതുപോലെ, എന്നെ സംരക്ഷിച്ചതുപോലെ നിന്നെയും അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് ആ നമസ്കാരം അയാളോട് പറയും. സുമ്മ ഉസ്ഇദ ബിഹാ ഇല സമാ, ആ നമസ്കാരം ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. വലഹാ ലൗഉം വനൂർ, ആ നമസ്കാരത്തോടൊപ്പം വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. വഫുതിഹത് ലഹാ അബ്വാബുസ് സമാ, ആ നമസ്കാരത്തെ സ്വീകരിക്കാൻ റുകൂഉം സുജൂദും ഖുർആൻ പാരായണവും വളരെ ഭംഗിയായി പൂർണ്ണതയിൽ, അതിന്റെ നിറവിൽ, ധന്യതയിൽ നിർവഹിച്ച നമസ്കാരക്കാരന്റെ ഈ നമസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. റസൂലുള്ള തുടരുകയാണ്, വഇദാ ലം യുഹ്സിനിൽ അബ്ദുൽ വുളൂഅ, എന്നാൽ വുളു നന്നാക്കാത്ത ഒരു മനുഷ്യൻ വലം യതിമ്മ റുകൂഅ വസ്സുജൂദ വൽ ഖിറാഅ, റുകൂഉം സുജൂദും ഖുർആൻ പാരായണം ഒന്നും ശരിയായ ചൈതന്യത്തിൽ അയാൾ നിർവഹിച്ചില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ നമസ്കാരം, ഖാലത്ത്, ആ നമസ്കാരം പറയും, ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനി, നീ എന്നെ പാഴാക്കിയതുപോലെ നിന്നെയും അല്ലാഹു പാഴാക്കി കളയട്ടെ, നീ എന്നെ പാഴാക്കിയതുപോലെ നിന്നെയും അല്ലാഹു പാഴാക്കി കളയട്ടെ. സുമ്മ ഉസ്ഇദ ബിഹാ ഇല സമാ, പിന്നെ ആകാശത്തിലേക്ക് ആ നമസ്കാരം ഉയർത്തപ്പെടുന്നു. വഅലൈഹാ നുലുമ, പ്രവാചകൻ പറയുന്നു, വഅലൈഹാ നുലുമ, നേരത്തെ പോയ നമസ്കാരത്തോടൊപ്പം വെളിച്ചവും പ്രകാശവുമായിരുന്നെങ്കിൽ ഈ നമസ്കാരത്തോടൊപ്പം ഇരുട്ടാണ്, അന്ധകാരമാണ്. വഉല്ലിഖത് അബ്വാബുസ് സമാ, അത് സ്വീകരിക്കാൻ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. സുമ്മ തുലഫു കമാ യുലഫു സൗബുൽ ഖലഖ്, പ്രവാചകൻ പറയെ, പഴകിയ വസ്ത്രമുണ്ടല്ലോ, പഴകിയ വസ്ത്രം പോലെ അത് ചുരുട്ടപ്പെടുന്നു, നമസ്കാരം ചുരുട്ടപ്പെടുന്നു. ചില ആളുകളുടെ നമസ്കാരം പഴകിയ വസ്ത്രം പോലെ ചുരുട്ടപ്പെടുന്നു. സുമ്മ യുളറബു ബിഹാ വജ്ഹു സാഹിബഹാ, പിന്നെ ആ നിസ്കാരക്കാരന്റെ മുഖത്തേക്ക് അത് വലിച്ചെറിയപ്പെടുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നമസ്കാരങ്ങൾ ആകാശലോകത്തേക്ക് സ്വീകരിക്കപ്പെടാതെ മെഹറാജിന്റെ അനുഭവം പോയിട്ട് അതിന്റെ ഒരു 100-1 ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കാൻ സാധ്യമാകാത്ത, ഒരു റക്അത്തിൽ ഏകാഗ്രത ലഭിക്കാത്ത മനുഷ്യന് വീണ്ടും ഒരു ആവർത്തനത്തിന് അവസരം കൊടുക്കുന്നു അല്ലാഹു. രണ്ടാമതൊരു റക്അത്ത്, 2 റക്അത്തില്ലാത്ത നമസ്കാരമില്ലല്ലോ. നമുക്കറിയാം, എല്ലാ ഫർള് നമസ്കാരങ്ങളിലും ചുരുങ്ങിയത് 2 റക്അത്ത്. ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയമായതുകൊണ്ട് സുബഹിന് 2 റക്അത്ത്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ ഒരുപക്ഷേ ഏറ്റവും മനസ്സമായി പോകാൻ, മനസ്സ് മറ്റുള്ള ചിന്തകളിലേക്ക് വഴിമാറിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അസ്ർ നമസ്കാരം പോലുള്ളവയ്ക്ക് 4 റക്അത്ത്. എന്നിട്ട് പറഞ്ഞു, കൂടുതൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം, അസ്ർ നമസ്കാരം പോലുള്ള നമസ്കാരങ്ങളിൽ നിങ്ങൾ കൂടുതലായി ജാഗ്രത പുലർത്തണം. 1-ാമത്തെ റക്അത്തിൽ ഏകാഗ്രത കിട്ടിയില്ല, വീണ്ടും ഒന്നുകൂടെ കൊടുക്കുന്നു, 2, 3, 4. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായിട്ട് അവസരം നൽകിയിട്ടും ആ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒരു നിമിഷം പോലും അല്ലാഹുവുമായിട്ട് കൽബ് മുഅല്ലഖാകുന്ന, അല്ലാഹുവുമായി ഹൃദയം ബന്ധിതമാകുന്ന ഒരു ആത്മീയ നിറവിന്റെ അനുഭവവും നമുക്കുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ നമസ്കാരം ആകാശ ലോകത്ത് നിന്ന് പഴംതുണി ചുരുട്ടിയെറിയുന്നത് പോലെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഒരാൾക്ക് 60 വയസ്സുണ്ട്, ഇന്ന റജുല യുസല്ലി 60 സന, 60 കൊല്ലം അയാൾ നിസ്കരിച്ചു. 7-ാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ 10-ാമത്തെ വയസ്സ് മുതൽ നിസ്കാരം തുടങ്ങി. അയാൾ അങ്ങനെ 60 കൊല്ലം നമസ്കരിച്ചു. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ വലാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, ഒരൊറ്റ നമസ്കാരം പോലും അല്ലാഹു അയാളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല.
കാരണം ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ്, ചിലപ്പോൾ സുജൂദ് നന്നാക്കും റുകൂഅ മോശമാക്കും. യുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ, അല്ലെങ്കിൽ റുകൂഅ പിന്നെ മോശമാക്കും, സുജൂദ് നന്നാക്കും. എല്ലാം കൂടി തികഞ്ഞ ഒരു നിസ്കാരം അയാൾ നിർവഹിക്കാറില്ല. നമസ്കാരത്തെ അലസതയോടുകൂടിയാണ് അയാൾ സമീപിച്ചിട്ടുള്ളത്. അയാളുടെ ഈ 60 കൊല്ലക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരൊറ്റ നമസ്കാരം പോലും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മിഅ്റാജാണിത്, നമ്മുടെ ആത്മീയമായ തീർത്ഥയാത്രയാണിത്. പ്രവാചകൻ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് നടത്തിയ തീർത്ഥാടനം പോലെ അനുഭൂതിദായകമായ ഏറ്റവും നല്ല ആത്മീയതയുടെ നിറവനുഭവിക്കുന്ന ഒരു സംഭവമായി നമ്മുടെ നമസ്കാരത്തെ മാറ്റിയെടുക്കുവാൻ ഇതാണ് സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്ന് പറയുന്നത്. ഓത്തുകള്ളന്മാരായി നിസ്കാരക്കള്ളന്മാരായി മാറാതിരിക്കാൻ ഞാനടക്കമുള്ള എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമസ്കാരക്കള്ളൻ എന്നത് എന്റെ പ്രയോഗമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അസ്വിഉന്നാസി സരിഖ, ചില മോഷ്ടാക്കൾ വളരെ മോശക്കാരാണ്. അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, അവൻ തന്റെ നിസ്കാരമാണ് കക്കുന്നത്. റസൂലുള്ളാഹി പറയുകയാണ്, നമസ്കാരം മോഷ്ടിക്കുന്ന ചില ആളുകൾ. ഖാലു യാ റസൂലുള്ളാഹി കൈഫ യസ്രിഖു മിൻ സ്വലാ, നമസ്കാരം ആരെങ്കിലും മോഷ്ടിക്കുമോ പ്രവാചകരെ? നമസ്കാരത്തിൽ നിന്ന് ആരെങ്കിലും കക്കുമോ? സഹാബത്ത് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖാല ലാ യതിമ്മു റുകൂഅഹ വലാ സുജൂദ, റുകൂഉം സുജൂദും ശരിയാകാത്ത നിസ്കാരക്കാർ. ആ റുകൂഇൽ നിന്ന് അയാൾ പിടിച്ചു വെക്കുകയാണ്, ആ സുജൂദിൽ നിന്ന് അയാൾ പിടിച്ചു വെക്കുകയാണ്. സുജൂദിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോ അമലിലും തുമഇനീനത്തുണ്ടാവണമെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ അമലിലും ഉണ്ടാകണം അടക്കം. അള്ളാഹുവിലേക്ക് കൽബ് മുഅല്ലഖാകുന്ന ഒരു അനുഭൂതി വിശേഷം ഉണ്ടാകാനുള്ള ഒരു സാവകാശം കൊടുക്കണം. നമുക്ക് നേരമില്ല, കാരണം ഭൗതികത നമ്മളെ മാടി വിളിക്കുകയാണ്, നമ്മുടെ ബിസിനസ് നമ്മളെ മാടി വിളിക്കുകയാണ്, നമ്മുടെ കുടുംബം നമ്മളെ മാടി വിളിക്കുകയാണ്, നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കുകയാണ്, ദുനിയാവ് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. അതുകൊണ്ട് റുകൂഇലും സുജൂദിലും പോലും നമ്മൾ അതിന്റെ യഥാർത്ഥമായ അർഹമായ സമയം നൽകുവാൻ നമ്മൾ സന്നദ്ധമല്ല. പ്രവാചകൻ പറയുന്നു, അവനങ്ങനെ നമസ്കാരത്തിൽ മോഷ്ടിക്കുന്നു, അവരാണ് ഏറ്റവും നികൃഷ്ടരായ മോഷ്ടാക്കളെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. പ്രിയമുള്ളവരെ, ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയണം. മിഅ്റാജിന്റെ അനുഭവം ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു മഹാസംഭവമാണ്, അസാധാരണമായ സംഭവമാണ്. ആ മിഅ്റാജിന്റെ പാഠങ്ങളെ നിരന്തരം പഠിച്ചുകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. സ്വന്തം മിഅ്റാജ് അനുഭവത്തെ അഥവാ നമ്മുടെ നമസ്കാരങ്ങളെ നിരന്തരം നിലനിർത്തുവാൻ, ഈ അർത്ഥത്തിൽ ജീവിതത്തിന്റെ വെളിച്ചമാക്കി ഉന്മേഷമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.